ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? ഇപ്പോൾ ഇന്നെന്ന് വെച്ചാൽ രാവിലെ അത്താഴം കുടിക്കാനൊക്കെ എഴുന്നേറ്റ് കുഞ്ഞൊരു വ്ളോഗാണിത്. അപ്പം ആദ്യമേ തന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതാണ് പറയാനുള്ളത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഉറക്കപ്പിച്ചെല്ലാം കഴിഞ്ഞു. ഫ്രഷായി വന്നു. പിന്നെ ചിയാ സീഡിട്ട വെള്ളമാണ് രാവിലെ കുടിച്ചത് ഞാൻ. അപ്പം കുറേ നാളാണ് 2-3 മാസം കൊണ്ട് ഡെയിലി ഇപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചിയാ സീഡിട്ട വെള്ളം കുടിക്കുന്നുണ്ട്. ഡയറ്റിൻ്റെ ഭാഗമായിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഹെൽത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സും നല്ല ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനുശേഷം ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഫുഡായിട്ട് ദോശയും കടലക്കറിയും പിന്നെ മുട്ട പൊരിച്ചതും ഒക്കെ ആയിരുന്നു. പിന്നെ ഇന്നലത്തെ നൈറ്റത്തെ ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചു. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അത്താഴ കാര്യങ്ങളും അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന കാര്യങ്ങളും എന്തൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ ഏതാണൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് നോമ്പ് പിടിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അതിന് ഒരുപാട് നല്ല വെയിലും കാര്യങ്ങളും ചൂടൊക്കെയാണ്. അങ്ങനെ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ ഉമ്മായും ബ്രദറിൻ്റെ വൈഫൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ അവരുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ദോശ മാവിന് ചെറിയൊരു പുളി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ചോദിച്ചത്, പുളിയുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ പുളി ചെറുതായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയൊന്നുമില്ല. ഏത് ഫുഡായാലും നമുക്ക് പുളിയായാലും അങ്ങനത്തെ ഫുഡിന് അങ്ങനെ കുറ്റം പറയാം അങ്ങനത്തെ പരിപാടിയൊന്നും നമുക്കില്ല. നമുക്ക് എന്ത് ഫുഡായാലും കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ അതിനുശേഷം പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം കൈയൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്നു. പിന്നെ അടുക്കളയിൽ ചെന്നപ്പം പഴം ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നൊരു പഴവും കൂടെ എടുത്ത് കഴിച്ചു. അങ്ങനെ ഉമ്മത്തെ പാത്രം കഴുകി വെച്ചു. പിന്നെ അതിനുശേഷം ഒരു കപ്പ് ചൂട് വെള്ളം കുടിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല. ബീഫൊക്കെ കഴിച്ചതുകൊണ്ട് നമുക്ക് നെഞ്ചെരിച്ചിലുണ്ടാവും. അതുകൊണ്ട് അതെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ ഖുർആൻ ഓതാനായിട്ടിരുന്നപ്പോൾ മോൻ എഴുന്നേറ്റ് ഉമ്മയുടെ കയ്യിൽ നിന്ന് ഉറങ്ങുന്നു. അങ്ങനെ പിന്നെ ബാങ്ക് കൊടുത്തു. പിന്നെ ഖുർആനൊക്കെ ഓതാണ്ട് ഉമ്മ നിസ്കരിച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ നിസ്കരിച്ചു. മോളെ എടുത്തുകൊണ്ട് വന്ന് അവളെ ഇടയ്ക്ക് എഴുന്നേറ്റായിരുന്നു. അങ്ങനെ ഉമ്മയുടെ കട്ടിലേക്ക് കിടന്നു. പിന്നെ അവളെ എടുത്തുകൊണ്ട് വന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ഫ്രണ്ട്.